ഞാൻ ഇന്നലെ ലൈവിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എല്ലാം മുൻപും പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഒരാളെ സഹായിക്കാണ്ടിരിക്കുകയാണ്. ഉദാഹരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ തൊട്ടടുത്തൊരു വീടുണ്ട്, അല്ല നമ്മളെ ബന്ധു തന്നെ തൊട്ടടുത്തുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ പോയിട്ട് ആ വീട്ടിൽ പോയി അവരെ ഹെൽപ്പ് ചെയ്യുന്നു, പാത്രം കഴുകി കൊടുക്കുന്നു, അടിച്ചു വാരി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മഹത് വ്യക്തികളൊക്കെ ഉണ്ട്. അടിച്ചു വാരി കൊടുക്കുന്നു, ഇങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ സ്നേഹം കണ്ടുകൊണ്ടും അവരുടെ സിമ്പതി എമ്പതി എല്ലാത്തിനും വേണ്ടിയിട്ടും കൊടുക്കരുത്. അവർക്ക് ദൈവം കൈയും കാലും കൊടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടിൽ മക്കളുണ്ടാവാം, മരുമക്കളുണ്ടാവാം, കൊച്ചുമക്കളുണ്ടാവാം. അവരൊക്കെയാണ് അത് ചെയ്യേണ്ടത്, അല്ലാണ്ട് നിങ്ങളല്ല. ഇനി വല്ലാണ്ടിലൊരിക്കൽ വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക, അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടും ഭയങ്കര സ്നേഹം കാണിക്കുന്നവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ കൂടുതലും ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിലയാണ് കളയുന്നത്. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഒന്നുകിൽ അത് പൊട്ടി, ഇവിടെ ആരെയും കൂടെ വിളിച്ചു ഇവിടെ രാവിലെ ആകുമ്പോൾ വന്നോളും, വന്നിട്ട് ഓരോ നിങ്ങൾ ചെയ്തോളും, പിന്നെ ബുദ്ധിയില്ലാത്ത കിഴങ്ങ് സാധനം, നിങ്ങളെ അങ്ങനെയാണ് കണക്കൂട്ടുന്നത്. നിങ്ങളത് ചിന്തിക്കില്ല. 80% ആൾക്കാരും അങ്ങനെ കണക്കൂട്ടുള്ളൂ. ഇതിൽ ചില ആൾക്കാർ അയ്യോ പാവം പെണ്ണ് വന്നിട്ടെല്ലാം ചെയ്യുന്നു, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ട ഒരു സാഹചര്യം വന്നതെന്ന് വെച്ചോ, നിങ്ങൾക്ക് സുഖമില്ലാണ്ട് വരുമ്പോൾ നിങ്ങളത് ചെയ്യില്ല. നിങ്ങളൊരു ഹെൽപ്പും ചെയ്ത് കൊടുക്കാണ്ട് ആ സമയമാകുമ്പം വരും. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾ കൊടുക്കുന്ന, ചിലപ്പം നിങ്ങൾ പൈസപരമായി ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പിന്നീട് ആ സഹായം കിട്ടാതാവുമ്പോൾ അവർ പിന്നെ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ വരെ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ എന്ത് വേണം? വെറുതെ വഴിയെ പോണ വയ്യാവേലി എടുത്ത് തലയിൽ കയറ്റാണ്ടിരിക്കുക. ഇങ്ങനെ ഹെൽപ്പ് കൊടുക്കുകയും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും എല്ലാവരോടും ഭയങ്കര സ്നേഹവും സിമ്പതി എമ്പതിയും ചെയ്ത് നിറഞ്ഞൊഴുകി സ്നേഹം കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ വീക്കാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു മെൻ്റൽ ഹെൽത്ത് നല്ലതല്ല നിങ്ങളുടെ. കാരണം നിങ്ങൾ ആദ്യം സ്റ്റഡി ചെയ്യണം, ഇത് വേണോ വേണ്ടയോ. വേണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണോ. അപ്പോൾ അവർ പറഞ്ഞു തരും യഥാർത്ഥ രോഗി നിങ്ങളായിരുന്നു, ചെയ്യാൻ പോയ വീട്ടുകാരല്ല. അവർ ഇന്ന് ചെയ്ത് നിങ്ങളല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്ത് അവരങ്ങ് വാങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം സ്വയം ചെയ്യുക, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ വീട്ടിലുള്ളവരെ സ്നേഹിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു ലോകം സൃഷ്ടിക്കാണ്ടിരിക്കുക. നല്ലോണം ഒരു അസുഖമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ, അത് ശത്രുവായാലും ശരി, എന്തായാലും ശരി, ആ രോഗിക്ക് ആരുമില്ല നോക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ. ഇനി ഒന്നുമില്ലാണ്ട് പട്ടിണി കിടക്കുന്നു, അടുപ്പ് പുകയുന്നില്ല, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തോ. ഇതൊന്നും തെറ്റല്ല. അല്ലാതെ കുറേ നമുക്ക് ഹെൽപ്പ് ചെയ്യണം, അയ്യോ നമുക്ക് നമ്മൾ സ്നേഹം തോന്നി ഇങ്ങനെ ചാടിക്കയറി ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ശരിയല്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്ത് നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവാർഡ് കിട്ടുമെന്ന്. അതൊക്കെ ഓക്കെ ആയിരിക്കും, നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ. ഏത് കാലത്ത് നിങ്ങൾക്ക് അറിയുമോ, ബോധമുണ്ടാ? അത് അവിടെ ചെല്ലുമ്പം അത് നിങ്ങൾക്ക് അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഹൈപ്പറായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ഹൈപ്പറായ ആൾക്കാരാണ് നിങ്ങളൊരു തൊഴിൽ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ തൊഴിലിലൂടെ മുന്നോട്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. അല്ല ഓടിച്ചാടി നടന്ന് മറ്റുള്ളവരെ സഹായിക്കലല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ടി പ്രവർത്തനം, ഈ ചാരിറ്റിക്ക് നിൽക്കുക, അതൊക്കെ നല്ലതാണ്. നിങ്ങളങ്ങനെ നിൽക്കുക. ഓക്കെ.